ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫിഷ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർട്ടർ ഐറ്റം തയ്യാറാക്കാം. ഫിഷ് ഫിംഗേഴ്സ്. ഇത് ബ്രെഡ് ക്രംസിലും അതുപോലെ ബ്രെഡ് ക്രംസ് ഇല്ലാതെയും ചെയ്യുന്ന രണ്ട് മെത്തേഡിലും നമ്മൾ ഈ ഒരു ഫിഷ് ഫിംഗേഴ്സ് തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഓവനിലാണ് ഈ ഫിഷ് ഫിംഗേഴ്സ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവൻ ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ ഓയിലും ഈ ഒരു റെസിപ്പി ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുള്ള ഫിഷ് ഫിംഗേഴ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഫിഷ് ഫിംഗേഴ്സ് തയ്യാറാക്കാം. അതിനായിട്ട് 220 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് അവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ സമയത്ത് നമുക്കിതിന് വേണ്ട ബ്രെഡ് ക്രംസ് ഒക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ആദ്യം ബ്രെഡ് ക്രംസ് ഇല്ലാതെ തയ്യാറാക്കുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനായിട്ടൊരു 3 സ്ലൈസ് വീറ്റ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ. വൈറ്റ് ബ്രെഡോ ഏത് വെറൈറ്റി ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഗോതമ്പിൻ്റെ ബ്രെഡ് ആയതുകൊണ്ട് ഈ ഫിഷ് ഫിംഗേഴ്സിന് ഒരു ബ്രൗൺ കളർ ആയിരിക്കും എന്ന് മാത്രം. ആദ്യം നമുക്ക് ബ്രെഡ് ഒന്ന് സ്ലൈസ് ചെയ്തിട്ട് ഒരു ഫുഡ് പ്രോസസ്സറിലോ അല്ലെങ്കിൽ മിക്സിയിലോ ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഫിഷ് ഫിംഗേഴ്സിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടുന്നതിനായിട്ട് നമ്മൾ ഈ ബ്രെഡ് പൊടിച്ചതിന് ശേഷം ഓവനിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ പാനിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തിരുന്നാലും മതി. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ ഒരു ബേക്കിംഗ് ട്രേയിലേക്ക് ഒന്ന് ലൈൻ ചെയ്ത് വെക്കാം. അതിനുശേഷം പൊടിച്ചെടുത്തിട്ടുള്ള ബ്രെഡ് ഒന്ന് ഈവനായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ കെനോല ഓയിൽ സ്പ്രേ ആണ് എടുത്തിട്ടുള്ളത്. ഓയിൽ സ്പ്രേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈവൻ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഓയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് 10 മിനിറ്റ് ഓവനിലൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് വീണ്ടും നമുക്കൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും. നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നവരെ ടോസ്റ്റ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നമുക്ക് ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഫിഷ് ഫിംഗേഴ്സ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഫിഷ് ഫില്ലറ്റ് ആണ് എടുത്തിരിക്കുന്നത്. ദശ കട്ടിയുള്ള ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. കഴിവതും മുള്ളില്ലാത്തതും അതുപോലെ നല്ല ദശയുള്ള ഭാഗം നോക്കി എടുക്കാം. ഇനി നമുക്ക് ഫിംഗേഴ്സിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതായത് 1 ഇഞ്ച് വീതിയും അതുപോലെ 4 ഇഞ്ച് നീളത്തിലും ആ ഒരു വണ്ണത്തിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു സൈസിനാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ ഫിഷ് ഫില്ലറ്റും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് കോട്ട് ചെയ്യാനായിട്ട് നമ്മളൊരു ബാറ്റർ തയ്യാറാക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 മുട്ട ചേർക്കാം. ഫിഷ് ഫിംഗേഴ്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനായിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മയണൈസ് കൂടി ചേർക്കുന്നുണ്ട്. മയണൈസിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിഷ് ഫിംഗേഴ്സിന് നല്ലൊരു സ്പൈസി കിട്ടുന്നതിനായിട്ട് കുറച്ച് സ്പൈസി സോസ് അല്ലെങ്കിൽ ചില്ലി സോസ് ചേർക്കാം. ഇനി നമുക്ക് പാകത്തിനുള്ള ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. ഇതിലേക്ക് ചേർക്കുന്ന ഒരു കുരുമുളക് പൊടിയുടെയും അതുപോലെ ചില്ലി സോസിൻ്റെ എരിവും മാത്രമായിരിക്കും ഈ ഒരു ഫിഷ് ഫിംഗേഴ്സിനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഒരു ബാറ്റർ ആക്കി എടുക്കാം. ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ പാഴ്സ്ലി ചോപ്പ് ചെയ്തത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നല്ലൊരു ഫ്ലേവറിനായിട്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഓവനിൽ ടോസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് ആ ട്രേയിൽ നിന്ന് എടുക്കാം. ഇനി ഓരോ ഫിഷും ബാറ്ററിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ പീസും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യുന്നതിനായിട്ട് ബേക്കിംഗ് ട്രേയിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്യാം. അതിനുശേഷം കോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഓരോ ഫിഷും ട്രേയിലേക്കൊന്ന് അലൈൻ ചെയ്ത് വെക്കാം. ഫിഷ് കുക്കാവുമ്പോൾ ഈ ഒരു പീസ് ചെറുതായിട്ടൊന്ന് ഷ്രിങ്ക് ആവും. ആ ഒരു സ്പേസിനനുസരിച്ച് നമുക്ക് എല്ലാ ഫിഷും ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ ഫിഷും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഓയിൽ സ്പ്രേ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രേക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഓയിലൊന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി 220 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുള്ള അവനിൽ വെച്ചിട്ട് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഓരോ പീസും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഒരു 15 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്താൽ മതിയാവും. ഇനി അടുത്തതായിട്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ ഒരു ഫിഷ് ഫിംഗേഴ്സ് തയ്യാറാക്കുന്നത് നോക്കാം. ബാക്കിയുള്ള ഫിഷ് ഫില്ലറ്റ് എല്ലാം ബാറ്ററിൽ ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ബ്രെഡ് ക്രംസിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് ഡിപ്പ് ചെയ്ത് കോട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഫിഷ് ഫിംഗേഴ്സ് കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് വീണ്ടും ബേക്കിംഗ് ട്രേയിലേക്ക് ഓയിൽ സ്പ്രേ ചെയ്തതിന് ശേഷം ഓരോ
ഫിഷായിട്ട് ഇതിലേക്കൊന്ന് അലൈൻ ചെയ്ത് വെച്ച് അതിൻ്റെ മുകളിലേക്കും ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 10 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത 5 മിനിറ്റ് കൊണ്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ കിട്ടും. ഏകദേശം 10 മിനിറ്റ് കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ ഫിഷ് ഫിംഗേഴ്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഫിഷ് ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ നല്ല ക്രിസ്പിനെസ്സും ഈ ഒരു ഫിഷ് ഫിംഗേഴ്സിനുണ്ട്. ഫിഷ് വെച്ച് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു സ്റ്റാർട്ടർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് മേണൈസോ അല്ലെങ്കിൽ ചില്ലി സോസോ ഈ ഫിഷ് ഫിംഗേഴ്സിൻ്റെ സൈഡിലായിട്ട് വെക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.